latest news, subscribe our channel and press the bell icon to never miss any news. നമസ്കാരം, ഇത് വൺ ഇന്ത്യ മലയാളം. നടി ആക്രമിക്കപ്പെട്ട കേസിൽ നടൻ ദിലീപിനും നാദിർ ഷായ്ക്കും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിശ്വസ്തനായ അഭിഭാഷകൻ ഉപദേശം നൽകിയതായി സൂചന. നിലവിൽ നടക്കാനിരിക്കുന്ന അറസ്റ്റുകളെക്കുറിച്ചും ഇദ്ദേഹം വ്യക്തമായ സൂചന നൽകി. അറസ്റ്റ് ഒഴിവാക്കാനാകില്ല എന്ന് തന്നെയാണ് അദ്ദേഹം നൽകിയിരിക്കുന്ന ഉപദേശം എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കേണ്ടെന്നും അപേക്ഷ തള്ളുന്നതോടെ അറസ്റ്റ് വേഗത്തിൽ നടത്തേണ്ടി വരുമെന്നും അഭിഭാഷകൻ നൽകിയ ഉപദേശമാണ് നടപ്പായത്. ദിലീപും നാദിർ ഷായും കാവ്യയുടെ അമ്മ ശ്യാമളയും മുൻകൂർ ജാമ്യത്തിന് ശ്രമിച്ചിരുന്നു. എന്നാൽ വിശ്വസ്തമായ ഉപദേശം അവരെ പിന്തിരിപ്പിക്കുകയായിരുന്നു. പോലീസിനും കേസിൽ നിയമോപദേശം വേണ്ട ഘട്ടത്തിലാണ് പ്രഗത്ഭനായ ഈ അഭിഭാഷകൻ കേസിൽ രംഗപ്രവേശം ചെയ്തിരിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് ഏറെ പ്രശംസയും ജനകീയതയും കിട്ടുന്ന ഓളിളക്കം സൃഷ്ടിക്കുന്ന അറസ്റ്റ് നടപ്പാക്കുക തന്നെയാണ് വിശ്വസ്തന്റെയും ലക്ഷ്യം. ബിസിനസ് സംബന്ധമായ കാര്യങ്ങൾ വേഗത്തിൽ ചെയ്തു തീർക്കാനാണ് അറസ്റ്റ് പ്രതീക്ഷിക്കുന്നവർ സമയം ചെലവഴിക്കുന്നത്. അറസ്റ്റ് ഒഴിവാകില്ല എന്നറിഞ്ഞതോടെ ആക്രമിക്കപ്പെട്ട നടി വെളിപ്പെടുത്തിയ 22 കോടി രൂപയുടെ ബിനാമി ഇടപാട് അടക്കമുള്ള സാമ്പത്തിക കുറ്റകൃത്യം തലയിൽ വരാതിരിക്കാനാണ് നീക്കം നടത്തുന്നത്. ജനപ്രിയത നഷ്ടപ്പെടുന്നതിനൊപ്പം സമ്പത്ത് കൂടി പോകരുത് എന്ന ലക്ഷ്യം വെച്ചാണ് നീക്കങ്ങൾ. അറസ്റ്റിലാകുന്നവരിൽ ഒരാളെ മാപ്പുസാക്ഷിയാക്കി തെളിവിന്റെ ബലം വർദ്ധിപ്പിക്കാനും സാധ്യതയുണ്ട്. ഒന്നാം പ്രതി സുനിൽ കുമാറിനെ ഇപ്പോൾ വീണ്ടും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സുനിൽ വീണ്ടും ജയിലിലേക്ക് മടങ്ങുന്നതിന് മുൻപ് പ്രസ്തുത അറസ്റ്റ് ഉണ്ടാകും എന്ന് തന്നെയാണ് സൂചന. നടിയുടെ വിവാഹം മുടക്കുക എന്നതായിരുന്നു ഗൂഢാലോചനയുടെ ഉദ്ദേശമെന്ന നിലയ്ക്ക് വാർത്ത പ്രചരിപ്പിച്ചത് പോലീസിലെ ചിലരാണെന്നും ഇവർ പറയുന്നു. മാധ്യമങ്ങൾക്ക് വിവരം നൽകുന്ന കേന്ദ്രം കൃത്യമായി തെറ്റിദ്ധാരണാജനകമായ വാർത്ത നൽകുകയായിരുന്നു. നിലവിൽ അറസ്റ്റ് നടന്നതിന് ശേഷം ജാമ്യത്തിന്റെ കാര്യത്തിലും കേസിന്റെ ഫ്രെയിമിംഗിലും ഇടപെടാനാകും വിശ്വസ്തന് ഇനി കഴിയുക. ഒരേ കേന്ദ്രത്തിൽ നിന്ന് ദിലീപും പോലീസും ഉപദേശം തേടുന്നുണ്ടെങ്കിലും ഉപദേശി മുഖ്യമന്ത്രിയുടെ ജനകീയത വർദ്ധിപ്പിക്കുന്ന ഉപദേശമാണ് നൽകുന്നത് എന്നാണ് അറിവ്. അപ്പോൾ അറസ്റ്റ് ഉണ്ടാകുമെന്ന് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഈ വിശ്വസ്തൻ നൽകുന്ന സൂചനകൾ. വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാം ഒരു കമന്റിലൂടെ. For latest news, like it, share it and subscribe to One India Malayalam.